നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എറണാകുളവും വൈപ്പിനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോശ്രീ പാലം വഴിയാണ്. വൈപ്പിനിലെ തന്നെ ഒരു ആരാധന ആലയത്തിലേക്കാണ് നമ്മളുടെ ഈ യാത്ര. പാലവും കഴിഞ്ഞ് യൂട്ടേൺ എടുത്ത് പാലത്തിന് വലതുവശത്തുള്ള വഴിയിലൂടെ ഇടത്തോട്ടുള്ള വഴിയിലേക്ക് കയറുമ്പോഴാണ് ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത്. വല്ലാർപാടം എന്നറിയപ്പെടുന്ന ഒരു ആരാധനാലയത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം കൂടെ ഉണ്ട്. ഈ കാണുന്നതാണ് വല്ലാർപാടം പള്ളി. വളരെ വലിയ ഒരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഇവിടെ ഉള്ളത്. പാർക്കിങ്ങിനോട് ചേർന്ന് തന്നെ പടിഞ്ഞാറ് വശത്തായി മംഗള കവാടം സ്ഥിതി ചെയ്യുന്നു. വല്ലാർപാടം സ്വദേശിനിയായിരുന്ന മീനാക്ഷി എന്നൊരു സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണിനായി കായൽ മാർഗം മട്ടാഞ്ചേരി പഴയന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകും വഴി മഴയും കാറ്റും മൂലം വഞ്ചി മറയുകയും കായലിലേക്ക് മുങ്ങിത്താഴുകയും വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുകയും ചെയ്തു. അന്നു രാത്രി പള്ളി വികാരിക്ക് അമ്മയും കുഞ്ഞും കായലിൽ മുങ്ങിയതായി വല്ലാർപാടത്തമ്മ സ്വപ്ന ദർശനം നൽകി. 2 നാളത്തെ തിരച്ചിലിന് ശേഷം കായലിനടിയിൽ ജീവനോടെ അമ്മയും കുഞ്ഞും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ കണ്ടെത്തുകയും വള്ളക്കാർ കുഞ്ഞിനെയും അമ്മയും കരക്കെത്തിക്കുകയും ചെയ്തു. വല്ലാർപാടത്തമ്മയുടെ ശക്തി മൂലമാണ് രക്ഷപ്പെട്ടതെന്ന വിശ്വാസത്തിൽ മീനാക്ഷി മരണം വരെയും പള്ളിമുറ്റം അടിച്ചു വൃത്തിയാക്കി ജീവിച്ചു പോന്നു എന്ന് കഥ. ഇന്ന് അത് മുറ്റമടി വഴിപാടായി പരിണമിച്ചു. ഈ കാണുന്നതാണ് വല്ലാർപാടം പള്ളിയുടെ അൾത്താര. പള്ളിയിലേക്ക് വരുന്നത് നമുക്ക് ബസ്സിനാണെങ്കിൽ പള്ളിയുടെ തൊട്ട് പിൻവശത്ത് തന്നെ വന്ന് ഇറങ്ങുവാനുള്ള സൗകര്യമുണ്ട്. അൾത്താരയ്ക്ക് അടുത്ത് തന്നെയാണ് വലിയൊരു പ്രാർത്ഥന ഹാൾ. ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും മീനാക്ഷിയും കുഞ്ഞും വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹവും വാങ്ങി നിൽക്കുന്നത്. പള്ളിയുടെ മുന്നിൽ തന്നെ കാണുന്ന 2 ടവറാണ്. നമുക്കതിൽ കയറുവാൻ സാധിക്കും. ലിഫ്റ്റ് വഴിയാണ് കയറുന്നത്. അതിനുള്ളിൽ കയറുവാനായി ഒരു പ്രത്യേക ഫീസുമുണ്ട്. 10 രൂപയാണ് ഒരാൾക്ക്. ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോകുന്നത്. തിരികെ നമുക്ക് ഇറങ്ങി വരാൻ സ്റ്റെപ്സും ഉണ്ട്. 12 നില കെട്ടിടത്തിൻ്റെ പൊക്കമുള്ള ഒരു ടവറാണിത്. ടവറിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ടവറിന് മുകളിൽ നിന്നും നോക്കുമ്പോഴാണ് വല്ലാർപാടത്തിൻ്റെ ഭംഗി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വല്ലാർപാടം എന്നാൽ വെള്ളം ഏറിയ പാടം. ധാരാളം വെള്ളമേറിയ പാടമായിരുന്നതുകൊണ്ടാണ് വല്ലാർപാടം എന്ന പേര് വീണത്.
നമുക്കിവിടെ ഒന്ന് നോക്കിയാൽ കാണുവാൻ സാധിക്കും. ധാരാളം പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് വല്ലാർപാടം. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. കണ്ടെയ്നർ ടെർമിനലിൻ്റെ പിന്നിലായിട്ടാണ് വല്ലാർപാടം പള്ളി സ്ഥിതി ചെയ്യുന്നത്. മംഗള കവാടത്തിൻ്റെ ആകൃതി നമുക്ക് ഈ ടവറിന് മുകളിൽ നിന്നാൽ ദർശിക്കുവാൻ സാധിക്കും. ഈ ടവറിനുള്ളിലെ ഒരു ഹാളിൽ പള്ളിയുടെ മാതൃകയും ചെറിയൊരു മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട്. മംഗള കവാടത്തിനകത്ത് നമുക്ക് കാണുവാനുള്ളത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള പീഡാനുഭവങ്ങളും ജീവിത ചരിത്രവുമാണ്.